യുവനടി അഞ്ജു കൃഷ്ണയടക്കം 8 പേർ ലഹരി മരുന്നുമായി ചെന്നൈയിൽ അറസ്റ്റിൽ. അടിപൊളി, നല്ല വാർത്ത. യുവനടി അഞ്ജു കൃഷ്ണയെ അറിയാവോ? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ലഹരി എന്ന് പറയുന്ന സാധനം പൂർണ്ണമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തുടച്ച് മാറ്റാൻ പറ്റിയാൽ അത്രയും വലിയൊരു നല്ല കാര്യം. യുവതലമുറകൾ, ഇന്ന് വളർന്നു വരുന്ന കുട്ടികളെ അടക്കം നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. സ്കൂളും കോളേജും എല്ലാം കണക്കാണ്. നമുക്കത് തടയാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. കുട്ടികൾ ഒരിക്കലും ഇതുണ്ടാക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ ഇത് കടത്തിക്കൊണ്ടുവരുന്നതോ ഒന്നുമല്ല. വലിയ വലിയ മാഫിയകളും വലിയ വലിയ വമ്പൻ ടീമുകളും ഇതുപോലുള്ള അഞ്ജു കൃഷ്ണയെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ സാധനങ്ങൾ കടത്തുന്നതും ഇത് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതും അതിനുശേഷം ഇത് സ്കൂളിലും കോളേജിലും എല്ലാം ഇത്തരം സാധനങ്ങൾ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്. ഇതിനെല്ലാം മുഖ്യ പങ്കുകൾ വഹിക്കുന്നത് ഇതുപോലുള്ള ഓരോ കാട്ടവരാതെ മക്കൾ തന്നെയാണ്. ഇതുപോലുള്ള നടിമാരും നടന്മാരും അല്ലെങ്കിൽ വലിയ കൊമ്പത്തിരിക്കുന്ന കുറെ എണ്ണം ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഇവിടെ ഒഴുക്കും, അണ്ടർഗ്രൗണ്ടിൽ കൂടി ഒഴുക്കും. ഇതിൽ പിടിക്കപ്പെടുന്നതും ഇതിൽ ഇരയാകുന്നതും ഒക്കെ ഈ കുട്ടികളും ഒക്കെയാണ് കൂടുതൽ. എന്നാൽ ഇതുപോലുള്ള മാഫിയ ഹെഡുകളെ വല്ലപ്പോഴേ പിടി കിട്ടത്തുള്ളൂ. പിടി കിട്ടുമ്പോൾ അങ്ങ് പിടിച്ച് പൂട്ടിക്കണം. ജീവിതകാലത്ത്, അമ്മയുടെ കാലത്ത്, അതിൻ്റെയൊക്കെ സ്വന്തം അമ്മയുടെ കാലത്ത് ഇനി അതൊക്കെ പുറം ലോകം കാണാത്ത രീതിയിൽ കൂട്ടണം. ലഹരി എന്ന് പറയുന്ന സാധനം ഈ സൊസൈറ്റിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല നമ്മുടെ ലോകത്തിന്റെ നന്മയെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ലഹരി എന്ന് പറയുന്ന സാധനം തുടച്ചു മാറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം. അപ്പൊ യുവനടി അഞ്ജു കൃഷ്ണ ലഹരി മാഫിയ. ഓക്കെ, കൊള്ളാം. അഞ്ജു കൃഷ്ണ മാത്രമല്ല, വീണ്ടും ഉണ്ട് ഒരു 5-6 എണ്ണം. നമുക്ക് പോവാം. തമിഴ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ വിൻസി നിവേദ ഉൾപ്പെടെ 6 യുവാക്കളും ഇവരോടൊപ്പം അറസ്റ്റിലായിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് പിടിയിലായത്. ജോജു നായകനായ ആരോ എന്ന സിനിമയിൽ അടക്കം അഭിനയിച്ച നടിയാണ് അഞ്ജു. ഓക്കെ, ജോജു നായകനായിട്ടുള്ള ആരോ എന്ന് പറയുന്ന സിനിമയിലടക്കം അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ഈ പറയുന്ന അഞ്ജു കൃഷ്ണ. നമുക്ക് അഞ്ജു കൃഷ്ണയെ പരിചയപ്പെടാം. അതിനു മുന്നേ വിൻസി നിവേദ എന്ന് പറയുന്ന മറ്റൊരു ആളും കൂടിയുണ്ട്. ഒരു തമിഴ് സിനിമയിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ നല്ല അസിസ്റ്റന്റ് ആണ്. കൊള്ളാം. നിന്റെയൊക്കെ പരിപാടികൾ ഇതാണല്ലേ, കാവടികളെ സമൂഹത്തിനെ നശിപ്പിക്കാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം അഞ്ജു കൃഷ്ണയെ ഒന്ന് മൊത്തത്തിൽ പരിശോധിക്കാം. അഞ്ജു കൃഷ്ണ ഒഫീഷ്യൽ 24,400 പേര് ഫോളോ ചെയ്യുന്നുണ്ട്. 574 അങ്ങോട്ട് ഫോളോ ചെയ്യും. എന്നെ ഫോളോ ചെയ്യുന്ന ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വിജയ് ഉണ്ട്. അയ്യോ, വിജയ് ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നല്ലേ. അപ്പൊ ഇവള് ആണ് അഞ്ജു കൃഷ്ണ. ഇതാണ് ആള്, ഇതായിരിക്കുന്നത്. നല്ല ആനയും ഓണേ മുക്കുത്തിയും മലയും കമ്മലും ഒക്കെ ഇരിപ്പുണ്ട്. പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി കടത്ത്, ഉപയോഗം ആൻഡ് കടത്ത്. ഇതാണ് പരിപാടി. ഇതാണ് സ്വയം തൊഴിൽ പ്രഖ്യാപിത. ഇനി വേൾഡ് വൈഡ് സിനിമാസിൽ വെള്ളിയാമല എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഏത് പടമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പടം. ഓക്കെ, ഇങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളി ആണെങ്കിലും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്, നോക്കട്ടെ കേട്ടോ. പേര് അഞ്ജു കൃഷ്ണ എന്നാണല്ലേ. അഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച്: മോഡലിംഗ് ആയിരുന്നു എന്റെ തുടക്കം. പിന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അതിനുശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. ഒരു ലേഡി സുഹൃത്ത് വഴി ആദ്യം ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു, വെള്ളിയാമലയിൽ എന്തായിരുന്നു വേഷം? ഞാൻ ആ സിനിമയിലെ ഹീറോയിൻ ആയിരുന്നു. സീരിയൽ രംഗം ഇഷ്ടമാണോ? സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഫ്ലവേഴ്സ് ചാനലിൽ വന്ന പ്രിയങ്കരി എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാളി ആയിരുന്നിട്ടും തമിഴ് സിനിമാ മേഖലയിൽ ആയിരുന്നുവല്ലോ അഭിനയത്തിന്റെ അരങ്ങേറ്റം നടന്നത്. അതെ, ആ സിനിമയിൽ നായികയുടെ അനുജത്തി വേഷം ചെയ്യാനാണ് പോയത്. ഓഡീഷൻ കഴിഞ്ഞപ്പോൾ നായികയുടെ കഥാപാത്രത്തിനായി എന്നെ സെലക്ട് ചെയ്യുകയായിരുന്നു. അതൊരു വില്ലേജ് ഗേൾ ആയിരുന്നു. ഡാർക്ക് മേക്കപ്പ് ഒക്കെയായി പല അപ്പിയറൻസിലാണ് ഞാൻ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഒരു അച്ഛൻ്റെയും മകളുടെയും എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വാട്ട് എ മോട്ടിവേഷൻ, വാക്കുകളും കിട്ടുന്നില്ല. സ്റ്റോറി ആയിരുന്നു. അവർ രണ്ടുപേരുടെയും ട്രാവൽ ആയിരുന്നു ആ സിനിമ. തമിഴ്നാട്ടിലെ തേനിയിലെ ഉൾക്കാടുകളിലായിരുന്നു പ്രധാന ലൊക്കേഷൻ. പിന്നീട് ചെയ്ത സിനിമകളെ കുറിച്ച്: മലയാളത്തിൽ താര എന്നൊരു സിനിമ ചെയ്തു. ഷൂട്ടിംഗ് കഴിഞ്ഞു, ചിത്രം റിലീസായിട്ടില്ല. തമിഴിലെ നടൻ ത്യാഗരാജ് സാർ ഡയറക്ട് ചെയ്ത പ്രശാന്ത് ഹീറോ ആയി അഭിനയിക്കുന്ന ഒരു തമിഴ് സിനിമയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ത്യാഗരാജ് സാറിന്റെ മൂവി ആയതുകൊണ്ട് കഥ എന്താണെന്നോ ക്യാരക്ടർ എന്താണെന്നോ ഒന്നും ചോദിക്കാതെ പോയി അഭിനയിക്കുകയായിരുന്നു. തമിഴിൽ തന്നെ മറ്റൊരു സിനിമയും കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫെബ്രുവരി എൻഡിൽ
തുടങ്ങുന്ന വേറൊരു തമിഴ് സിനിമയും ചെയ്യാനിരിക്കുന്നു. ഇനി മിക്കവാറും ജയിലിൽ കിടന്ന് തമിഴ് സിനിമയും മലയാള സിനിമയൊക്കെ ചെയ്യാം. നോക്കട്ടെ, ഇനി ഉണ്ടല്ലോ. അപ്പോൾ തമിഴ് സിനിമാ രംഗമാണ് അഞ്ജുവിന്റെ തട്ടകം അല്ലേ? അതെ, എൻ്റെ ബേസ് എന്ന് പറയുന്ന തമിഴ് സിനിമ ഇൻഡസ്ട്രിയാണ്. ഇവിടെ എന്നെ അത്ര കണ്ട് പരിചയവുമില്ല. താര എന്നൊക്കെ റിലീസാകട്ടെ എന്നിട്ട് നോക്കാം. ഓക്കെ, ഏത് തരത്തിലുള്ള റോളുകൾ ചെയ്യാനാണ് തീരുമാനം? ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് എപ്പോഴും താല്പര്യം. എന്നേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് ഇഷ്ടം. ആക്ടിങ്ങിൽ എപ്പോഴും ഒരു നല്ല സ്പേസ് വേണം. എൻ്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ കഴിയണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇനി കൊടുക്കുക. ഇനി ജയിലിൽ പോയി കിടന്നിട്ട് ലഹരി മാഫിയയുടെ തലവിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിഗ്നേച്ചറൊക്കെ നമുക്ക് കൊടുക്കാം. മഞ്ജു കൃഷ്ണ സൂപ്പർ അല്ലേ? നല്ല അടിപൊളി സിഗ്നേച്ചർ അല്ലേ? തെലുങ്ക് കന്നഡ സിനിമകളിൽ നിന്നും ഓഫർ വന്നിരുന്നു. പക്ഷേ ഡേറ്റ്സ് ക്ലാഷ് ആകുന്നത് കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഡേറ്റിന്റെ വിഷയം. ഓക്കെ, ഇനി ഡേറ്റ് ഒക്കെ അവസരം പോലെ നല്ല പോലെ കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് ജയിലിൽ കിടന്ന ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് അഭിനയിക്കാം കേട്ടാ. പുറത്ത് വരാതിരിക്കുന്ന അത്രയും നല്ലത്. ഓക്കെ, തമിഴ് സിനിമയിൽ ഡബ് ചെയ്തത് ആരാണെന്ന് അഞ്ജു തന്നെ ആയിരുന്നു? അല്ല, വെള്ളിയാമലയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത് മറ്റൊരാളാണ്. തേനി സ്ലാങ് അല്പം കടുംകട്ടിയായിരുന്നു. ഇപ്പോൾ ഞാൻ തമിഴ് ലാംഗ്വേജ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇനിയുള്ള സിനിമകൾ ഡബ് ചെയ്യാൻ കഴിയും. സ്വദേശം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരിന് ചേലക്കരയ്ക്കും അടുത്തുള്ള ഒരു ഗ്രാമം. തൃശ്ശൂർകാരിയാണല്ലേ? പിന്നെ പറ എന്താ? ഇപ്പോൾ ഞാൻ കൂടുതൽ സമയവും കൊച്ചിയിലാണുള്ളത്. പിന്നെ ഇനി നമുക്ക് കടത്താം. കൊച്ചിയിൽ പോണ്ട, ഇനി ജയിലിൽ ഇരുന്ന് കടത്താം. സ്വന്തം നാടാണോ കൊച്ചിയാണോ കൂടുതൽ പ്രിയം? ഇത് രണ്ടുമല്ല. ഇപ്പോഴെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചെന്നൈ നഗരമാണ്. അവിടെയെല്ലാം നമുക്ക് കടത്താൻ പറ്റുമോ? അവിടെ നിന്നല്ല ഇപ്പൊ ഫണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന നല്ല കോടികൾ ഉണ്ടാക്കി കാണും. അതായിരിക്കും ചെന്നൈ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. പിടിക്കപ്പെട്ടു. ഇനി മൂഞ്ചി. സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും ബിസി ആകുന്നത് ചെന്നൈയിൽ എത്തുമ്പോഴാണ്. നല്ല തിരക്കായിരുന്നു, അറിയാം. ലഹരിയൊക്കെ ഇട്ട് കടത്തി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കടത്തി പോകുമ്പോൾ നല്ല തിരക്കാണ്. ഓക്കെ ശരിയാണ്. ഫുഡിന്റെ കാര്യത്തിലായാലും എനിക്ക് ചെന്നൈയിലെ ഫുഡ്സ് പ്രിയങ്കരം തന്നെ. പൊതുവെ മലയാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കുത്തരിച്ചോറും മീൻകറിയുമാണ് ഇഷ്ടമെന്ന്. എന്നാൽ എനിക്ക് ചെന്നൈയിലെ മീൻകറി ഏറെ സ്വാദിഷ്ടം തന്നെയാണ്. ചെന്നൈയിൽ ഇനി മീൻകറിയൊക്കെ ഇഷ്ടപ്പെടണം. ഇനി അവിടുത്തെ ജയിലിലാണ് ഇവിടുത്തെ ജയിലിലാണ് എവിടെയെങ്കിലും പോയി കട. ഓക്കെ, അവരുടെ മസാലയൊക്കെ ഡിഫറൻ്റ് ആണ്. കുറെ പ്രത്യേകതയുള്ള മസാലകളുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇനി ജയിലിൽ ഉണ്ടംപുരിയൊക്കെ തിന്നാം. അപ്പൊ ഉണ്ടംപുരിയൊക്കെ തിന്ന് ഇനി ജയിലില് ജയറാമിനെയൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നു. വേണ്ട. അപ്പൊ ഞാനിലൊക്കെ വന്നിട്ടുള്ള ആഴ്ച പതിപ്പിലുണ്ട്. ഇതാര്? നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കയൊക്കെ ആയിട്ട് ഫോട്ടോ ഇട്ടിരിക്കുന്നു. ചുമ്മാ അല്ലേ ഹരി? ഇതാണല്ലോ നമ്മുടെ അഞ്ജലി കൃഷ്ണ. ചുമ്മാ ഇത് ഇനി എന്ത് വേണം? ടിംഗ്ലിംഗ് ലൈറ്റ്സ് ക്വാസ് നൈറ്റ് ആള് അടിച്ചു പുള്ളവാ. പിന്നെന്ത്? ഇതാണ് നമ്മുടെ അഞ്ജു കൃഷ്ണ ഏട്ടാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ക്ലോസറ്റ് ഇരിക്കുന്നു? അല്ല, ബാർ ചെയർ ആയിരുന്നു. ഓക്കെ, ഇതാണ് അഞ്ജു കൃഷ്ണയുടെ ഫോട്ടോസും കാര്യങ്ങളും. ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലോ. ഇതാരാ? കവില ഭഗവതിയോ? ഇനി എന്തായാലും ജയിലിലെ ഉണ്ടംപൊരിയായി മാറാം. ഇതാണ് അഞ്ജു കൃഷ്ണയുടെ ഒരുപാട് ഫോട്ടോസ്. ചേട്ടോ ചാക്കിയിട്ടൊക്കെയാണ് ക്ലോസ് കേട്ടോ. ഓക്കെ, ചുമ്മാ അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അളിയനെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. BGM ഒക്കെ ഇട്ട് ഇരിപ്പുണ്ട്. നല്ല കാര്യം. നല്ല നല്ല ഫോട്ടോസ് ഉണ്ട്. മോഡലിംഗ് ഒക്കെ ആണല്ലോ. എന്താ ഇത്? കുറെ ഉണ്ടല്ലോ. തീരത്തില്ലേ ഇതൊന്നും? ഞാൻ വിചാരിച്ചു തീരുമെന്ന്. ഇപ്പോൾ തീരുന്നുമില്ലല്ലോ. കുറെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രൊഫൈലിലെ ഫോട്ടോസും കാര്യങ്ങളും. റീൽസ് വല്ലതും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഷൈൻ ടോം ചാക്കോട്ടാണ് റീൽ. കൊള്ളാമല്ലോ ഷൈൻ ടോം ചാക്കോ. ഫാഷൻ ബൊട്ടി. എന്താ ഇവൻ ദൂരമായിരിക്കുന്നത്? അല്ലേ? ഓക്കെ, കറങ്ങ്. കച്ചി കള്ളൻ നമ്മുടെ ഷൈൻ ടോം ചാക്കോ. പുഷ്പം പൂക്കുന്നു യാമം മാറിടം. ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നുണ്ടല്ലേ. നമ്മുടെ അഞ്ജു കൃഷ്ണൻ എങ്ങോട്ടാ പോകുന്നത് നോക്കാം. മതി. ഉപദേശം ഒരുമിച്ച് വേണ്ട. ഓക്കെ, ഒന്നും വേണ്ട, മതി. അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ജു. അഞ്ജുവിന്റെ പ്രൊഫൈലാണ്. കണ്ടല്ലോ. ഇനി അഞ്ജുവിനെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും നിങ്ങൾ ആരും പറയരുത്. നമുക്ക് ബാക്ക് ടു ന്യൂസിലോട്ട് പോവാം. ഓക്കെ.
പ്രിയരാജ്, ചെന്നൈ വലസരവാക്കത്തു നിന്നാണ് അഞ്ജു കൃഷ്ണൻ അടക്കം 8 പേരെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിഘ്നേശ്വരൻ എന്ന ഒരാളെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നേശപ്പാക്കം സ്വദേശിയാണ്. ഇയാളെ ചോദ്യം ചെയ്ത സമയത്ത് ഇയാൾക്ക് ലഹരി മരുന്ന് നൽകുന്നത് വെങ്കടേഷ് കുമാർ എന്ന മറ്റൊരു വ്യക്തിയാണ്. ഓ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത് വെങ്കടേശ്വര റെഡ്ഡി അയ്യ, രാജ വെങ്കടേശ്വരയ്യ, അതുപോലെ ഒരു വെങ്കടേശനാണ് ഏതോ ഒരു വെങ്കടേശൻ. കൊള്ളാം, എന്തായാലും അടിപൊളിയാണ് ലഹരി അല്ലേ. നിനക്കൊക്കെ സിനിമയിൽ നിന്ന് അഭിനയിച്ച് കിട്ടുന്നൊന്നും പോരാ. നീയൊക്കെ അഭിനയിക്കൂ, അതിന്റെ പേരിലൊക്കെ കിട്ടുന്നതൊക്കെ പോരെ. ഇനിയിപ്പോ ഈ ലഹരി മാഫിയയുടെയൊക്കെ ഇതിൻ്റെ അകത്ത് പോയി വീഴുന്ന നീയൊക്കെ ലഹരി കടത്തി അത് ഉപയോഗിച്ച് നീയൊക്കെ നശിച്ച് ബാക്കിയുള്ള വരുന്ന തലമുറയെ നശിപ്പിച്ചിട്ട് നീയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കരുത്. നമ്മളിപ്പോ ഒരു ഉടായ്പ് കാണിച്ചാൽ കൂടി നമ്മൾ കാണിക്കുന്ന ഉടായ്പ കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരരുത്, മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുത്. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ആരെന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ട് പരിപാടികൾ ചെയ്താലും നമ്മൾ ചെയ്യുന്ന പരിപാടി കാരണം മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൈസ കൊണ്ടൊരു അർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ലഹരി മാഫിയ ആയി മാറി നിങ്ങൾ ഈ കടത്തും പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഈ വളർന്നു വരുന്ന തലമുറ അടക്കം നശിപ്പിക്കുന്ന തന്തയില്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെയൊക്കെ ജീവിതകാലത്തിൽ പുറത്തു വിടാൻ പാടില്ല. നിന്റെ മാഗസീനിലെ എഴുത്ത് കണ്ടപ്പോൾ നീ ആര് ബാക്കി പോരൂരിൽ നിന്നുള്ള വ്യക്തിയാണ് എന്ന് ഇയാൾ മൊഴി നൽകി. ഇതേ തുടർന്ന് മസ്തിയിൽ പോലീസ് സംഘം വെങ്കടേഷ് കുമാറിനെ സമീപിക്കുകയും ലഹരി മരുന്ന് വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വലസരവാക്കത്തുള്ള ഒരു ആവിൻ മിൽക്ക് ബൂത്തിന്റെ അടുത്തേക്ക് വരാൻ ഇയാൾ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് വെങ്കടേഷ് കുമാർ ഒരു കാറിൽ ചില ആളുകളുമായി വരികയും അവിടെ വെച്ച് ഈ പോലീസുകാർക്ക് ലഹരി മരുന്ന് കൈമാറുകയുമാണ് ചെയ്തത്. അതിനിടയിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വാഹനത്തിലുണ്ടായിരുന്ന കാർത്തിക് രാജ്, ശ്രീറാം, അൽവിൻ ബിൻഷ, വിൻസി നിവേദ അവള് ഒരു ഡയറക്ടറാണ് കേട്ടോ, അസോസിയേറ്റ് ഡയറക്ടർ എങ്ങാണ്ടാണ് ഈ വിൻസി നിവേദ. നല്ല പേരല്ലേ, വിൻസി നിവേദ, നല്ല പേര്. ഓക്കെ, വിൻസി നിവേദ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. എവളും ഉണ്ട്, ആക്ട്രസ് ആയിട്ടുള്ള അഞ്ജു കൃഷ്ണൻ ഉണ്ട്, എല്ലാവരും ഒന്നിച്ചൊന്നിച്ച് മെച്ചം. എന്ത് പറയാൻ. അഞ്ജു കൃഷ്ണൻ അതോടൊപ്പം തന്നെ യശ്വന്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അഞ്ജു കൃഷ്ണ തമിഴ് സിനിമ വെള്ളിമല എന്ന ചിത്രത്തിലും മലയാളത്തിലെ ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ മലയാളത്തിൽ ജോജു നായകനായ ആരോ എന്ന സിനിമയിൽ 2024 പുറത്തിറങ്ങിയ സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതെ, ഈ അഞ്ജു കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട് ജോജുവിന്റെ ആരോ എന്ന് പറയുന്ന സിനിമയിൽ. ഇതാണ് ആരോയുടെ പോസ്റ്റർ. ആരോ ഇപ്പം അഞ്ജു കൃഷ്ണ ആരോ ഇനി പുറത്തിറങ്ങുമ്പോൾ പടങ്ങൾ കിട്ടും കേട്ടോ. അത്രയ്ക്ക് ഫേമസ് ആയില്ല അഞ്ജു കൃഷ്ണ. പണ്ട് ഷൈൻടോൺ ചാക്കോ ഇതുപോലെയായിരുന്നു. പണ്ട് ലഹരി കേസിൽ പിടിച്ച് പിന്നെ വന്നിറങ്ങിയതിനു ശേഷം വച്ചടി കയറ്റുമായിരുന്നു. അത്രയും ഫെയിം ആയില്ല, അത്രയും പബ്ലിസിറ്റി കിട്ടില്ല. അതുപോലെ കയറും അഞ്ജു കൃഷ്ണൻ കയറും, നീ പഠിക്കാതെ. ഇവിടെ ഒന്നും പുറത്ത് വിടാല്ലേ, മട്ടല് വെട്ടി അടിക്കണം. ഞാൻ ഈ 4, 5, 6, 7, 8 പേര് 8 സാധനങ്ങളെ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഇതാണ് വെങ്കടേഷ് കുമാർ, കാർത്തിക് രാജ, യശ്വന്ത്, വിഘ്നേശ്വരൻ, ശ്രീറാം, അടുത്ത് ഇതാണ് അൽവിൻ ബിൻസ, വിൻസി നിവേദ, തമിൻ നിസ്വാൻ, അഞ്ജു കൃഷ്ണ. 30 വയസ്സായി. 30 വയസ്സ് തെറിക്കുന്ന പ്രായം. വിൻസി നിവേദയ്ക്ക് 26 വയസ്സ് തെറിച്ച പ്രായം. നല്ല ഇളം പ്രായത്തിൽ നല്ല കുന്തളിപ്പുകൾ കാണിച്ച് അകത്ത് പോയി ലഹരി കേസിൽ ഇനി തീർന്നില്ലേ. ഇവന്മാർക്കും ഭ്രാന്ത. എന്ത് പറയാം, എല്ലാത്തിനെയും പിടിച്ചകത്തണം, ഒന്നിനെയും വെറുതെ വിടരുത്. അവരായിത്തനാണ് കാണിച്ചിട്ടുള്ളത്. ലഹരി എന്ന് പറയുന്ന സാധനങ്ങൾ ഈ സമൂഹത്തിനെ നശിപ്പിക്കുന്നതാണ്. വളർന്നു വരുന്ന തലമുറ അടക്കം നശിപ്പിച്ച് നാറാണത്താക്കുന്നതാണ്. ആ സാധനങ്ങൾ കടത്തുന്ന ഇമാതിരി അപരാധികളെ ഒരു കാരണവശാലും പുറത്തു വിടരുത്. ബാക്കി ന്യൂസ്. അതോടൊപ്പം തന്നെ തമിഴ് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ വിൻസി നിവേദയും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഈ റെയ്ഡിനിടയിൽ ഇവരിൽ നിന്ന് 7 ഗ്രാം മെത്താംഫെറ്റമൈൻ, അതോടൊപ്പം തന്നെ 7 ഗ്രാം OG കഞ്ചാവ്, 15 ഗ്രാം കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. എന്തോന്നടേ, പലചരഞ്ഞ കടയിൽ പോയിട്ട് അണ്ണാ 2 കിലോ അരി, ഉപ്പ്, പഞ്ചസാര, മുളക്, 1 കിലോ കടല, പഴുപ്പ്, പഞ്ചാര, ഇങ്ങനെ കുഞ്ചാര എന്നൊക്കെ പറയുന്നത് പോലത്തെ പരിപാടിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സത്യം ആ സെറ്റപ്പാടേ. എന്തോന്നത്, എല്ലാം ഉണ്ടല്ല. എന്തത്, അപരാധികൾ ഒന്നിനെയും വെറുതെ വിടരുത്. ഇതൊക്കെ ഇനി പുറത്തിറങ്ങി അടുത്ത് വീണ്ടും നാട് നശിപ്പിക്കും. ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ലഹരി അതും ഇതും കടത്തി നല്ല പൈസ ഒപ്പിക്കും.
നല്ല ഫണ്ട് ഒപ്പിക്കും. അപ്പോൾ കേസിനും അതിനും ഇതിനൊക്കെ ഈ ഫണ്ടിന് ഇവർ ഇറക്കും. ഇത് കിട്ടിയെന്നൊരു 10-50% ഇറക്കിയാലും ബാക്കി ഇവർക്കുള്ളതുണ്ട്. ഇവർ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഈ പരിപാടി ചെയ്യും, വീണ്ടും അകത്താവും, 10-50% ഇറക്കും, വീണ്ടും അകത്ത് കയറും. ഇതൊന്നും തക്കത ശിക്ഷ കിട്ടുന്നില്ല. ഇമാതിരി പരിപാടി ചെയ്യുന്നതിനൊക്കെ തീർത്ത് കളയണം, അങ്ങനത്തെ ശിക്ഷകൾ കൊടുക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇതൊക്കെ പിന്നെ നിർത്താൻ പറ്റത്തുള്ളൂ. കാരണം ഇത് പിടിച്ചു കഴിഞ്ഞാൽ അത്രയും സീനാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇമാതിരി പരിപാടിക്ക് നിൽക്കത്തില്ല. ഇതിപ്പോ ജാമ്യത്തിൽ ഇറങ്ങി പോവാം, പൈസ ഉള്ളവന് തിരിച്ചിറങ്ങി പോവാം. ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം സീരിയസ്ലി. ഇവിടുത്തെ രീതി, ഇവിടുത്തെ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഒരു മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം രാസലഹരി ഉപയോഗിച്ചതായി പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടോ? ഇവർ ഇപ്പോൾ എവിടെയാണ്? എന്താണ് ഇനി പോലീസിന്റെ അടുത്ത നടപടിക്രമം? പോലീസ് ഇവരെ വലസരവാക്കം പിടികൂടിയ സംഘം വലസരവാക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൈമാറിയിരുന്നു. അതിനുശേഷം ഇവരെ മജിസ്ട്രേറ്റ് കോടതിയിൽ വൈകിട്ട് ഹാജരാക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ ലഹരി മരുന്ന് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഈ ലഹരി വിൽക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊരു വലിയ റാക്കറ്റ് ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും കൂടുതൽ അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമാണ് ഗ്രേറ്റർ ചെന്നൈ പോലീസ് അറിയിക്കുന്നത്. ശരി, ജോബിയാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് സിനിമാ ലോകത്തേക്ക് വീണ്ടും രാസലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പിടിച്ചുലയ്ക്കുകയാണ്. പിടിച്ചുലക്കത്തേ ഉള്ളൂ, നടപടിയൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറങ്ങി പുറത്തിറങ്ങി നടക്കും ഇവളുമാരും ഇവന്മാരും എല്ലാം. എന്തായാലും കൊള്ളാം, നല്ല പരിപാടിയാണ്. രാസലഹരിയും അല്ലാത്ത ലഹരിയും എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് മറ്റേടത്ത രീതികളുടെ ഇതിനൊക്കെ തക്കതായി ശിക്ഷ കൊടുത്താകത്തുണ്ട്. നമ്മളെ തലമുറ നശിപ്പിക്കുന്ന അപരാധി മക്കളാണ്. ഇതിനൊന്നും ഒരു കാരണവശാലും പുറത്തു വിടരുത്. എനിക്കതേ പറയാനുള്ളൂ മെയിനായിട്ട്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്, നിയമം ഇവിടെ മാറ്റുക, ശക്തമാക്കുക. ഇതുപോലെ ലഹരി അതും ഇതൊക്കെ കടത്തുന്ന സാധനങ്ങളെ, ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ പിടിച്ച് നല്ലവണ്ണം ശിക്ഷിക്കുക. അല്ലാണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇവളുമാരും എല്ലാം അപരാധനങ്ങൾ വീണ്ടും കാണിക്കും. ഒന്നും പറയാനില്ല, കൂടുതലൊന്നും പറയാനില്ല. കുറേ ദിവസം കഴിയുമ്പം എന്തോന്ന് പറയാം. എന്തായാലും 10 ആൾക്കാരെങ്കിലും അറിയട്ടെ ഈ സാമാനങ്ങളെയൊക്കെ. ഉണ്ടാക്കിയിട്ട് തന്തയും തള്ളയും പറയിപ്പിക്കാനായിട്ട് ഓരോ അപരാധി മക്കള്. അല്ലാണ്ട് എന്ത് പറയാനാ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കും. പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ.